ശരത് ഇപ്പോൾ മേപ്പാടി ക്യാമ്പിലാണുള്ളത്. ശരത്ത്, വല്ലാത്ത ഈ ദുരന്തത്തെ അതിജീവിച്ചു വന്ന മനുഷ്യരൊക്കെ അവിടെ ഉണ്ടാവും. പലരും ഞെട്ടലിൽ തന്നെയാണ്. പലരുമായിട്ടുമൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. ഇപ്പോഴും പലർക്കും അതിൻ്റെ ഒരു ഭീതി മാറിയിട്ടുണ്ടാവാനുള്ള സാധ്യതയില്ല. പിന്നെ ഈ കള്ളാടി പ്രദേശത്ത് ഒരുപക്ഷെ ഇനിയും മഴ പെയ്താൽ അപകടമുണ്ടാവാൻ ഇന്നും റെഡ് അലേർട്ടാണ്. നാളെയും കനത്ത മഴ ഈ പരിസരത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് നമ്മൾ അവിടുത്തെ ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ശരത്ത്? അവരൊക്കെ അല്പം ആശങ്കയിലും ഭയത്തിലുമൊക്കെയാണോ ഇപ്പോഴും? അരുൺകുമാർ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അപകട സാധ്യത ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്ത് തന്നെയാണ് ഇവരെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ മേപ്പാടി പോളിടെക്നിക്കൽ ക്യാമ്പിലാണ് ഞാനുള്ളത്. നിലവിൽ ഇപ്പോൾ ഒരു ക്യാമ്പ്, ദുരിതാശ്വാസ ക്യാമ്പ് ഒന്ന് മാത്രമാണ് തുറന്നിട്ടുള്ളൂ. അതായത് അത്രത്തോളം ആളുകളെ ഈ ക്യാമ്പിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതായത് 47 കുടുംബങ്ങളിലെ 140 പേരാണ് ഇപ്പോൾ ഈ ക്യാമ്പിലുള്ളത്, പോളിടെക്നിക്കൽ ക്യാമ്പിലുള്ളത്. നേരത്തെ ചുള്ളിക്കൽ LP സ്കൂളിൽ ഒരു ക്യാമ്പ് തുറന്നിരുന്നു. പക്ഷേ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് മൂലം ഇത്തരത്തിൽ ഇങ്ങോട്ടേക്ക് പോളിടെക്നിക്കിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെ കമ്മ്യൂണിറ്റി കിച്ചൺ അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൂടുതൽ ആളുകളെ കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന കപ്പാസിറ്റി ഉള്ളതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ മേപ്പാടി പോളിടെക്നിക്കൽ ക്യാമ്പ് ഇവിടത്തേക്ക് ഇവരെ ഇത്തരത്തിൽ മാറ്റിയിട്ടുള്ള. സ്ത്രീകൾ ഒപ്പം കുട്ടികളടക്കമുള്ള നിരവധി ആളുകളാണ്. പലരും ഈ പറയുന്നത് പോലെ ഈ സംഭവം നേരിട്ട് കണ്ടവരും അല്ലെങ്കിൽ അതിൽ ദുരിതം അനുഭവിച്ചവരുമായ ആളുകളൊക്കെ തന്നെയുണ്ട്. നമുക്കറിയാം കുടമാളും ഒപ്പം പാൽരാജും അടക്കമുള്ള ആളുകൾ ഈ സംഭവ സമയത്ത് അവിടെ ലോറിക്കടിയിൽപ്പെട്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ടവരാണ്. അവരൊക്കെ തന്നെ കഴിയുന്നത് നിലവിൽ ഈ ക്യാമ്പിലാണ്. എന്തായാലും ഈ ക്യാമ്പിൽ ഇപ്പോൾ അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ ഇതിനകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണമടക്കം നേരത്തെ തന്നെ എത്തിച്ചു നൽകി. ഇനിയിപ്പോൾ രാത്രി ഭക്ഷണം കൂടി അല്പസമയത്തിനകം നൽകുകയും ചെയ്യും. ഒപ്പം മന്ത്രിമാരടക്കം വരാനുള്ള സാധ്യത കൂടി പറയുന്നുണ്ട്. അതായത് നിലവിൽ ഇപ്പോൾ MLA മാരും മറ്റ് തഹസിൽദാർമാരടക്കം മറ്റു ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണ് ഇവിടെ ക്യാമ്പിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നത്. അല്പസമയത്തിന് ഒരുപക്ഷെ മന്ത്രിമാർ കൂടി എത്തിയേക്കും എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്.